സാറേ ഈ ഇതിവിടെ തരാൻ പറഞ്ഞു അപേക്ഷ. ആ എന്ത് പറഞ്ഞു? ഈ അപേക്ഷ ഇവിടെ തരാൻ പറഞ്ഞു. ഇത് അപ്പീലിനുള്ള അപേക്ഷയാണ്. അതെ അതെ സാർ, അതൊന്നും പൂരിപ്പിച്ചായിരുന്നു. ഞാൻ പൂരിപ്പിച്ചത് ശരിയാവില്ല, അതാണ്. ഈ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഉണ്ടോ? കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഇല്ല. ഇല്ലേ? പക്ഷെ അത് വേണം. അയ്യോ, അപ്പോൾ അത് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. എന്നെടുത്തോ. 20 രൂപയുടെയാണ് ആവശ്യം കേട്ടോ. 20 രൂപ ഒട്ടിക്കേണ്ടി വരും ഇതിൽ. അതെ അല്ലേ? ഒട്ടിച്ചോളാം. ഇവിടെ ഉണ്ട്. ഞാൻ 100 തന്നത്, 20 സ്റ്റാമ്പിന്. ഇത് സ്റ്റാമ്പ് ഒട്ടിച്ച് കഴിഞ്ഞാലേ നിങ്ങൾ താവട്ട് ഘട്ടമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. പോയി കുറേ ഉണ്ട് പൂരിപ്പിക്കാൻ. വാർഡ് 4 44 ഒരു 4. 4-ാം വാർഡ് ഇപ്പം 3-ാം വാർഡാക്കിയില്ലേ? 3-ാം വാർഡൊക്കെ 4ആയി, 6 വന്നു 9ആയി. 9-ാം വാർഡ് ഇപ്പം 1-ാം വാർഡാക്കി എന്നാണ് തോന്നുന്നത്. എത്രാം വാർഡാണ് ഇപ്പം? 4-ാം വാർഡ്. 4-ാം വാർഡ് ഇപ്പൊ 1-ാം വാർഡ്. അപ്പൊ 9 ഇവിടെ അല്ല. 9 8ആയില്ലേ? 8ആയി. 4-ആണ് ഇപ്പൊ 3ആയത്. 9 3. 9-ാം വാർഡ് ഇല്ലല്ലോ. 9-ാം വാർഡ് അപ്പുറത്ത്. അല്ല, 9-ാം വാർഡ് 8ആക്കി. അപ്പൊ 9 8ആക്കി. 8 ഇപ്പൊ 1. 1 അപ്പൊ 3 3 5ആയി. അപ്പൊ 9 ഇവിടെ അല്ല. അല്ല, അത് 8ആക്കി. 8 നിങ്ങൾ 1. സാറേ ഏതെങ്കിലും ഒരു വാർഡ് എഴുതിയാ പോരെ? ഏതെങ്കിലും വാർഡ് എഴുതിയ പേ വാർഡെന്ന് എഴുതിയാൽ മതി. അല്ല, ഈ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു വാർഡ് എഴുതണ്ടേ? അല്ലാണ്ട് അത് പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ 4 തന്നെ എഴുതിയാൽ മതിയല്ലോ. ആദ്യത്തെ 4 പക്ഷെ 3 ആക്കിയില്ലേ? എന്താ പിന്നെ 3 എഴുതിയാ പോരെ? 3 4 ആയില്ലേ? 6 9. എത്രയെങ്കിലും എഴുതി സാറേ. ഒരു 4-ാം വാർഡിന് എഴുതിയാലോ? 4 എഴുതിക്കോളൂ. എന്തെങ്കിലും ഒരു തീരുമാനമാണല്ലോ അപ്പോൾ അതിന്. നിങ്ങളുടെ പ്ലിന്ത് ഏരിയ കുറച്ച് കൂടുതലാണല്ലോ. പ്ലിന്തോ? പ്ലന്തല്ല, പ്ലിന്ത്. എന്ത് പ്ലിന്ത്? അങ്ങോട്ട് നീങ്ങിക്കട. അങ്ങോട്ട് ചാടി അങ്ങ് വീഴുന്നു. പ്ലിന്ത് ഏരിയ കുറവാണ്. വീട് ഏത് മേഖലയിലാണ്? താനെന്താണോ ഒരുമാതിരി പന്തം കണ്ട പെരിച്ചായ പോലെ ഇങ്ങനെ നേരെക്കടോ. വീട് ഏത് മേഖലയിലാണെന്ന് പറഞ്ഞു? മിതോഷ്ണ മേഖലയിൽ. എന്ന് ആര് പറഞ്ഞു? അല്ല, കുട്ടികൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ രാജ്യം മിതോഷ്ണ മേഖലയിലാണ്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം സമതലമാണോ അതോ തീരപ്രദേശമാണോ അതോ മലയോര പ്രദേശമാണോ എന്നാണ് ഉദ്ദേശിച്ചത്. സാറ് സമതലം എഴുതിക്കോളൂ സാറേ. വീടിന്റെ മേൽക്കൂര ഓടും ഷീറ്റ്. ഓടോ ഷീറ്റോ? ഓടും ഷീറ്റും. കുറേ ഓടും കുറേ ഷീറ്റും. കുറേ ഭാഗം ഓടും കുറേ ഭാഗം ഷീറ്റും. വീട്ടിലേക്കുള്ള വഴി അത് തറയിലൂടെ തന്നെ നടന്നു പോകണം. വേറെ വഴിയൊന്നുമില്ല. കെട്ടിടത്തിന്റെ പഴക്കം 50. 50 അല്ല 50. 50 തന്നെ ഇവിടെ. ഘടനാപരമായ മാറ്റം ഒരു 8-10 ഓട് പൊട്ടിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെ, അത് ഘടനാപരമായ മാറ്റമല്ല. ഓട് പൊട്ടിയാൽ അത് മാറ്റിയില്ലെങ്കിൽ വായിൽ വെള്ളം വീഴും, മഴ പെയ്യും. പിന്നെ സാറേ, ഈ ചുമര് കരിക്കട്ടിയും പച്ചലൊക്കെ വെച്ചിട്ട് കുട്ടികൾ കുത്തി വരച്ചിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ട് താമര അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ചുമർ ചിത്രങ്ങളെ പറ്റി ഇവിടെ ചോദിച്ചില്ല. അല്ല, അത് അങ്ങനെ വരച്ചിട്ടുണ്ട്. അതൊരു കുഴപ്പമാണെങ്കിൽ അത് ഞാൻ പെട്ടെന്ന് വെള്ളം പൂശിയിട്ട് ശരിയാക്കും. എന്താ ഇവിടെ ഒപ്പിടും? മാറിപ്പോകും. ഇവിടെ തന്നെ പേരെഴുതി ഒപ്പിടണോ അതോ ആദ്യം നിങ്ങൾ ഒപ്പിട്ടാൽ മതിയോ? അപ്പോൾ കുഴപ്പമില്ല. പേരെഴുതാണെങ്കിൽ സാറിന് എഴുതേണ്ടി വരും. ടാക്സ് അടച്ച റെസിപ്റ്റിങ് എടുത്തോ? ടാക്സ് അടച്ചിട്ടില്ല. അടച്ചിട്ടില്ല. പിന്നെ അല്ല, അത് ഞാൻ അടയ്ക്കണം. കൊണ്ടുപോയി അടച്ചിട്ടോടോ. അപ്പോൾ നേരത്തെ പോയിട്ട് അടയ്ക്കത്തില്ലേ? ഇല്ല, ഞാൻ അതുവരെ പോയേ ഉള്ളൂ, അടച്ചില്ല. അതെന്താ അടയ്ക്കാത്ത? അത് സാറേ, ഈ മുഴുവൻ പൈസയും നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടേ പിന്നെ അത് കുറച്ചെനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ട്. അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അടയ്ക്കുന്നത്. അല്ല, അത് തിരിച്ചു തന്നില്ലെങ്കിലോ പൈസ? എന്തോ? അല്ല, ഞാൻ ബാക്കി കുറച്ച് പൈസ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പോയി ചെയ്യണം. അപ്പോൾ മുഴുവൻ പൈസ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തന്നില്ലെങ്കിലോ? പേടി വേണ്ട. ഫ്രണ്ട് ഓഫീസ് വഴി നടക്കാത്ത കാര്യങ്ങൾ ബാക്ക് ഓഫീസ് വഴി നടത്താം. ബാക്കിൽ ഓഫീസ് ഉണ്ടോ? ബാക്കിൽ ഓഫീസ് ഉണ്ട്. ബാക്ക് ഓഫീസ് അതായത് ഫ്രണ്ട് ഓഫീസിൽ നടക്കാത്തത് ബാക്ക് ഓഫീസ് വഴി നടത്തും. മനസ്സിലായി. ഇപ്പോൾ മനസ്സിലായി. സാറേ, സാറിൻ്റെ വീട് എവിടെ? പഴയ തെരുവ്. പഴയ തെരുവിലേ കുമാരൻ്റെ മോനാ? അല്ല, കുമാരൻ്റെ മോനില്ലല്ലോ. കുമാരൻ്റെ മോനില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ.